നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ മുഹമ്മദ് അൻവറിനെ കൊല്ലം ചാത്തന്നൂർ പോലീസ് പിടികൂടി. ജാമ്യത്തിലിറങ്ങിയ ശേഷം ഒളിവിൽ പോയ ഇയാളെ കാസർഗോഡ് ബേക്കലിൽ നിന്നാണ് പിടികൂടിയത്. സിറ്റി പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ലിജോ റോളൻസിന്റെ വിവരങ്ങൾ നൽകാൻ. ലിജോ, എങ്ങനെയാണ് ഇയാൾ പിടിയിലാകുന്നത്? ഇയാൾക്കെതിരെയുള്ള ക്രിമിനൽ കേസുകൾ എന്തൊക്കെയാണ്? ജീന, കോടതിയെയും പോലീസിനെയും ഒരുപോലെ വെട്ടിച്ച് കടന്ന് ഇതുവരെയും ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതിയെ. ഇപ്പോൾ പിടിയിലായിരിക്കുന്ന പ്രതി കാസർഗോഡ് ബേക്കലിൽ നിന്നാണ് മുഹമ്മദ് അൻവറിനെ കൊല്ലം ചാത്തന്നൂർ പോലീസ് പിടികൂടിയിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത്തരത്തിലൊരു രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘത്തെ കാസർഗോഡ് അയക്കുകയായിരുന്നു. ഇയാൾക്കെതിരെ കൊട്ടിയം സിത്താര ജംഗ്ഷനിലെ ഒരു യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു കേസിലും, ഒപ്പം തന്നെ 2012 കുളപ്പാടത്ത് വെച്ച് CPM പ്രവർത്തകരായ 3 പേരെ ഇതുപോലെ വാളുകൊണ്ട് വെട്ടിയ കേസിലും ഇയാൾ പ്രതിയാണ്. ആദ്യഘട്ടത്തിൽ റിമാൻഡിൽ പോയതിനു ശേഷം ജാമ്യത്തിൽ ഇറങ്ങി. എന്നാൽ വിചാരണ സമയത്തൊന്നും തന്നെ ഇയാൾ കോടതിയിൽ ഹാജരായിരുന്നില്ല. കൂട്ടുപ്രതികളൊക്കെ ശിക്ഷിച്ചെങ്കിലും ഇയാൾ ഒളിവിലായത് കാരണം തുടർ നടപടിയിലേക്ക് കടന്നാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് കോടതി ഉൾപ്പെടെ കബളിപ്പിച്ച് നടന്നിരുന്ന പ്രതിയെ ഒടുവിൽ കൊല്ലം പോലീസ് പിടികൂടിയിരിക്കുന്നത്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചാത്തന്നൂർ കമ്മീഷണർ അലക്സാണ്ടർ തങ്കച്ചൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലെ സംഘമായിരുന്നു കാസർഗോഡ് എത്തി പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. ശരി ലിജോ.